വെൽക്കം ടു ജിലേബി ക്യുസീൻ. ഞാൻ ജിബി ജിജോ. ഇന്നത്തെ റെസിപ്പി പച്ച തക്കാളി തോരനാണ്. നല്ല പച്ച തക്കാളി തോരൻ വെച്ചിട്ട് ഇച്ചിരി പുളിയൊക്കെ ഉള്ള ഒരു തോരനാണ്. അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെ വേണം നോക്കാം. ഞാനിവിടെ കുറച്ച് പച്ച തക്കാളി എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നല്ലതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കണം. ഇതേപോലെ ചെറിയ നുറുക്കി എടുക്കണം. പിന്നെ ഈ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 1/3 കപ്പ് തേങ്ങ, പിന്നെ കറിവേപ്പില, പിന്നെ സവാളയും ചെറിയുള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് രണ്ടും വളരെ കുറച്ച് മതി. പിന്നെ പച്ചമുളക്. ഇത്രയുമാണ് നമുക്ക് വേണ്ടിയത്. ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നമുക്കൊരു പാൻ വെക്കാം. അത് നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 1/3 ടീസ്പൂണൊക്കെ മതിയാവും. കടുകൊക്കെ നമുക്കിവിടെ പൊട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയുള്ളി മാത്രമായിട്ടോ അല്ലെങ്കിൽ സവാള മാത്രമായിട്ടോ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ രണ്ടും ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. ചെറിയുള്ളി അല്ലെങ്കിൽ ചുമന്നുള്ളി ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഈ തോരന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഈ സവാളയും പച്ചമുളകും ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണും കുറച്ചുകൂടെ കാണും ഇത്. അപ്പോൾ നമുക്ക് അത്രയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉലുവാപ്പൊടിയൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പുളിയുള്ള സാധനമല്ലേ, അപ്പോൾ വന്നിട്ട് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു പുളിയൊക്കെ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് നല്ലതാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയോടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ തേങ്ങയൊന്ന് ചൂടാവണം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയുടെ ചേർത്ത് നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ തീയിലിട്ട് ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നല്ലതുപോലെ വേകണം. അപ്പോൾ ചെറിയ തീയിൽ തന്നെ ഇരുന്നിട്ട് വേകണം, എന്നാലേ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. ഇടയ്ക്ക് മൂടി തുറന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. തക്കാളി എന്നുള്ള വെള്ളം കൊണ്ട് തന്നെ അത് നല്ലതുപോലെ കുക്കായി കിട്ടിക്കോളും. അതുകൊണ്ടുകൂടിയാണ് ചെറിയ തീയിലിട്ടിട്ട് വേവിക്കാൻ പറഞ്ഞത്. ഇപ്പോൾ തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ബട്ട് അതിൽ കുറച്ചൊരു വെള്ളമയം പോലെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കിയിട്ട് തുറന്ന് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുറച്ച് പുളിയൊക്കെ ഉണ്ട്. നമ്മുടെ ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ കൂടെ മീൻകറി നല്ല ചേർച്ചയാണ് കേട്ടോ. അപ്പോൾ മീൻകറിയുടെ റെസിപ്പി കണ്ടിട്ടില്ലെങ്കിൽ കാണുക, ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ ചിലപ്പോൾ രണ്ടിനും പുളിയല്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ചാനലിൽ പുതുതായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം ഫ്യൂച്ചറിലെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അതേപോലെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.